ഭൂകമ്പം വന്ന് കൈയും കാലും ഇട്ട് അടിച്ചപ്പോൾ സഹായം ആദ്യം എത്തിച്ച രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയായിരുന്നു. പറഞ്ഞു വരുന്നത് തുർക്കിയെക്കുറിച്ചാണ്. ഇന്ത്യക്കാരുടെ സഹായത്താൽ ഭൂകമ്പത്തിന്റെ പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് നിവർന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തുർക്കികൾക്ക് ബംഗ്ലാദേശിനെ വലുതാക്കി ഗ്രേറ്റർ ബംഗ്ലാദേശ് ഉണ്ടാക്കണം പോലും. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ നാഷണൽ മീഡിയാസിൽ ഒരു വാർത്ത വരുന്നുണ്ട്. എന്താണെന്നല്ലേ, ഈ തുർക്കി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന NGOകൾ, ബംഗ്ലാദേശിലെ ധാക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന NGOകൾ ഈ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ആശയം കാര്യമായി തന്നെ അവിടെ പ്രചരിപ്പിക്കുകയാണ്. കൂടാതെ അമേരിക്ക കേന്ദ്രമായ ചില ഹാൻഡിലുകളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഈ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്താണെന്നറിയാമോ? അത് പല രീതിയിലാണ് കേട്ടോ ഇവർ പ്രചരിപ്പിക്കുന്നത്. അതിന്റെ ഏറ്റവും ഭയാനകമായ വെർഷൻ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ പൂർണ്ണമായി, 7 സിസ്റ്റേഴ്സ്, മ്യാൻമാറിന്റെ റഖൈൻ സ്റ്റേറ്റ് പൂർണ്ണമായിട്ട്, കൂടാതെ ഇന്ത്യയുടെ ബീഹാർ, ഒറീസ, വെസ്റ്റ് ബംഗാൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു വിശാലമായ ബംഗ്ലാദേശ്, അതാണ് ഗ്രേറ്റർ ബംഗ്ലാദേശ്. എന്നാൽ ഇതിന്റെ ചെറിയ വെർഷൻസ് ഉണ്ട്. ഇന്ത്യയുടെ വെസ്റ്റ് ബംഗാൾ, ഒറീസ എന്നീ സംസ്ഥാനങ്ങളും കൂടാതെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചെറിയ ചില ഭാഗങ്ങളും, അപ്പോൾ റഖൈൻ സ്റ്റേറ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ, ഇത് മാത്രമായിട്ടുള്ള ചെറിയ വെർഷനുമുണ്ട്. അതിന്റെ ഭയാനകമായ വെർഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതെല്ലാം കൂടി വെച്ചിട്ട് ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് ഉണ്ടാക്കണമെന്ന് ബംഗ്ലാദേശികളായിട്ടുള്ള സാധാരണ മനുഷ്യരുടെ മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്ത അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് തുർക്കി കേന്ദ്രമായിട്ടുള്ള ധാക്കയിൽ പ്രവർത്തിക്കുന്ന പല NGOകളും ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ട ഫണ്ട് ചെലവാക്കുന്ന ആരാണ്? തുർക്കി കേന്ദ്രമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. എർദോഗന്റെ തുർക്കിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇന്ത്യയുടെ കയ്യിൽ നിന്ന് സഹായം വാങ്ങി ഇന്ത്യയോട് നന്ദികേട് കാണിക്കുന്ന തുർക്കിയെക്കുറിച്ചാണ് പറയുന്നത്. ഭൂകമ്പം ഉണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയത് ഇന്ത്യക്കാരാണ് സഹായിക്കാൻ. അന്ന് ഇന്ത്യയോട് എന്തൊരു സ്നേഹമായിരുന്നു, നന്ദി പറഞ്ഞു, ഇതൊരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നിൽക്കാറായപ്പോഴേക്കും വീണ്ടും വർഗീയതയുടെ നെടുന്തൂണായിട്ട് മാറുകയാണ് തുർക്കിയും തുർക്കി പ്രസിഡന്റ് എർദോഗനും. ഇപ്പോൾ അവർക്ക് ഈ ബംഗ്ലാദേശിനെ കൂടി അങ്ങ് വലുതാക്കണമെന്ന്. ഇന്ത്യ ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ ഒരൊറ്റ രാത്രി കൊണ്ട് ചിറ്റഗോങ് ഹിൽസും ബംഗ്ലാദേശിന്റെ രംഗ്പൂർ എന്ന് പറയുന്ന അവരുടെ തലഭാഗം എന്ന് പറയുന്ന സ്റ്റേറ്റും അവർക്ക് നഷ്ടമാകും. ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ ഒരു പോരായ്മയാണല്ലോ നമ്മുടെ സിലിഗുരി കോറിഡോർ ചെറുതാണെന്നുള്ളത്. ഏതാണ്ട് 20 കിലോമീറ്റർ ആണ് സിലിഗുരി കോറിഡോറിന്റെ ഏറ്റവും കുറഞ്ഞ വീതി, 20-22 കിലോമീറ്റർ. അത് ഇന്ത്യ എക്സ്പാൻഡ് ചെയ്തിട്ട് അങ്ങ് 200 മീറ്റർ വീതിയുള്ള ഒരു വലിയ പ്രദേശമായിട്ട് അതിനങ്ങ് മാറ്റണമെന്ന് ഇന്ത്യ വിചാരിച്ചാൽ ഒരു ദിവസം മതി. രംഗ്പൂർ എന്ന് പറയുന്ന അവരുടെ സ്റ്റേറ്റ് അവർക്ക് അവിടെ കാണില്ല, ഇന്ത്യയുടെ കയ്യിലിരിക്കും. ചിറ്റഗോങ് എന്ന് പറയുന്ന അവരുടെ സ്റ്റേറ്റ്, അതായത് 1947 ഇന്ത്യക്ക് പറ്റിയ ഏറ്റവും വലിയ ചതിവായിരുന്നു ചിറ്റഗോങ് നഷ്ടമായത്. അത് തിരിച്ചു പിടിക്കാൻ ഇന്ത്യൻ സൈന്യം വിചാരിച്ചാൽ ഒരൊറ്റ രാത്രി മതി എന്നുള്ള യാഥാർത്ഥ്യം തുർക്കിയോ ബംഗ്ലാദേശിലെ തീവ്ര വിഘടന വർഗീയവാദികളോ മനസ്സിലാക്കുന്നില്ല. ബംഗ്ലാദേശിലെ നിലമെന്ന് പറയുന്നത് ഉഴുതും മറച്ചിട്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഏതു തരം വർഗീയ വിത്തുകളും പെട്ടെന്ന് പടർന്ന് പന്തലിക്കും. ആ നിലയിലേക്ക് അവിടെ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യക്കാർ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഐക്യമാണ്, നമ്മുടെ യൂണിറ്റിയാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇന്ത്യയുടെ ഗവൺമെന്റ് സ്ഥാപിക്കുമ്പോൾ അതിന് ഇത്രയും വാല്യൂ ഉണ്ടാകുമെന്ന് സത്യത്തിൽ മനസ്സിലാക്കിയിരുന്നില്ല. സത്യത്തിൽ നമ്മുടെ ഇന്ത്യക്കാരുടെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആണവായുധങ്ങളോ, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രഹ്മോസ് മിസൈലുകളോ, അഗ്നി മിസൈലുകളോ ഒന്നുമല്ല, നമ്മുടെ ഐക്യമാണ്. ഈ ഐക്യത്തെയാണ് എല്ലാവരും ഭയപ്പെടുന്നത്. നമുക്ക് ചൈന നമ്മുടെ ശത്രുവാണ്, തീർച്ചയായിട്ടും ശത്രു തന്നെയാണ്. ഇന്ത്യ തകരണമെന്നാണ് ചൈന ആഗ്രഹിക്കുന്നത്. പക്ഷെ അമേരിക്കയും വെസ്റ്റേൺ ശക്തികളും തുർക്കിയും ഒക്കെ ആഗ്രഹിക്കുന്നത് ഇന്ത്യയും ചൈനയും തകരണമെന്നാണ്. നമ്മൾ വിചാരിക്കും അമേരിക്ക ചൈന തകരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന്. ചൈന തകരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചൈന തകർന്നാൽ പിന്നെ ആരാണ് തകരേണ്ടത്? അമേരിക്കയുടെ കണ്ണിൽ ഇന്ത്യയാണ്. കാരണം വലിയ രാജ്യങ്ങളെ ഇവർക്കൊക്കെ ഭയമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇന്ത്യയുടെ വാല്യൂ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് അറിയാൻ കഴിയും എന്തുകൊണ്ട് ഗ്രേറ്റർ ബംഗ്ലാദേശ് വിഷയം വരുന്നു, എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോഴും കാശ്മീരിലുള്ള പിടിവിടുന്നില്ല, എന്തുകൊണ്ടാണ് വിഘടനവാദം ഇങ്ങനെ ശക്തമാകുന്നത്, എന്തുകൊണ്ടാണ് കാനഡയിലും അമേരിക്കയിലും ഒക്കെ മുഴുവൻ ഖാലിസ്ഥാൻ വിഘടനവാദികളും പെറ്റുകിടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നോക്കൂ, റഷ്യ വലിപ്പം കൊണ്ട് ഏറ്റവും വലുതാണ്. അമേരിക്കയും ചൈനയും വലിപ്പം കൊണ്ട് വളരെ വലിയ രാജ്യങ്ങളാണ്. കാനഡ വളരെ വലുതാണെങ്കിലും 2-3 കോടി ജനങ്ങളേ ഉള്ളൂ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമേരിക്ക 30-32 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ്, വളരെ വലുതാണ്. അതേസമയത്ത് റഷ്യ 15 കോടിയോളം ജനങ്ങളുള്ള രാജ്യമാണ്, വളരെ വലുതാണ്. ചൈന 140 കോടി ജനങ്ങളുള്ള രാജ്യമാണ്, വളരെ വലുതാണ്. ഇന്ത്യ 145 കോടി ജനങ്ങളുള്ള രാജ്യമാണ്, വളരെ വലുതാണ്. ഇനി ബാക്കി പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കോളൂ. ലോകത്ത് യൂറോപ്പിലെ സമ്പന്ന രാജ്യങ്ങൾ എന്ന് നമ്മൾ പറയുന്നു, ലക്സംബർഗ് അങ്ങനെയൊക്കെ പറയുന്ന കുറേ രാജ്യങ്ങൾ യൂറോപ്പിലുണ്ട്. എല്ലാം ചെറിയ രാജ്യങ്ങളാണ്, ചെറിയ പോപ്പുലേഷനേ ഉള്ളൂ, വളരെ സമ്പന്നമാണ്, വികസിതമാണ്. യൂറോപ്പിൽ ഒരു 3-4 രാജ്യങ്ങളാണ് സാമാന്യം വലിയ രാജ്യങ്ങൾ എന്ന് പറയാവുന്നത്. ഫ്രാൻസ്,
അല്ലെങ്കിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്ന യുക്രൈൻ, ജർമ്മനി, സ്പെയിൻ, ഇറ്റലി, ഇതൊക്കെ പിന്നെയും തരക്കേടില്ലാത്ത രാജ്യങ്ങളാണ്. പക്ഷേ ഈ രാജ്യങ്ങളൊക്കെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ എക്കണോമി നോക്കിക്കോട്ടെ, പെർ ക്യാപിറ്റ ഒക്കെ വളരെ വലുതാണെങ്കിലും ഇന്ത്യയുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറിയ എക്കണോമിയാണ് പല രാജ്യങ്ങൾക്കും ഉള്ളത്. ഗൾഫ് രാജ്യങ്ങൾ വളരെ വികസിതമാണ്, പക്ഷെ ചെറിയ രാജ്യങ്ങളാണെന്നേ. ആഫ്രിക്കയുടെ അവസ്ഥ എന്ന് പറയുന്നത് വലിയ പോപ്പുലേഷൻ ഉള്ള ഒരു കോണ്ടിനെന്റ് ആണെങ്കിലും ഇന്ത്യയുടെ അത്ര പോപ്പുലേഷൻ എൻ്റെ ആഫ്രിക്കൻ റീജിയണിൽ മൊത്തത്തിലില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യൂറോപ്പ് മൊത്തത്തിൽ ചേർന്നാൽ പോലും ഇന്ത്യയുടെ അത്രയും പോപ്പുലേഷൻ ഇല്ല. പിന്നെ പോപ്പുലേഷൻ കൂടുതലുള്ള രണ്ട് രാജ്യങ്ങൾ എടുക്കാമെന്ന് പറയുന്നത് ഒന്ന് ബംഗ്ലാദേശും ഒന്ന് പാകിസ്ഥാനുമാണ്. പക്ഷേ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന എക്കണോമിയാണ്. അതുകൊണ്ട് തന്നെ ഒരു വാല്യൂം ലോകത്താരും കൊടുക്കുന്നില്ല. പവർഫുൾ ആയിട്ടുള്ള എക്കണോമി ഉണ്ടെന്ന് പവർഫുൾ എന്ന് പറയാവുന്ന രാജ്യങ്ങൾ എടുത്താൽ അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ ഒന്നാം നിര രാജ്യങ്ങളായിട്ട് ഈ 4 രാജ്യങ്ങളേ ഉള്ളൂ ലോകത്ത്. അത് കഴിഞ്ഞാൽ വലിപ്പം കൊണ്ടും പോപ്പുലേഷൻ കൊണ്ടും എക്കണോമി കൊണ്ടുമാണ് ഞാൻ ഈ പറയുന്നത്, മിലിറ്ററി സ്ട്രെങ്ത് കൊണ്ടും. അത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ, ഇറ്റലി, അതുപോലെ ബ്രസീൽ, ഇന്തോനേഷ്യ ഇതൊക്കെ പറയാം. കാരണം അത്യാവശ്യം വലിയ രാജ്യങ്ങളാണ്, വലിയ പോപ്പുലേഷൻ ഉണ്ട്, തരക്കേടില്ലാത്ത എക്കണോമി ഉള്ള രാജ്യങ്ങളാണ്. ലോകത്തൊട്ടാകെ ഒരു 10-20 രാജ്യങ്ങളെ ഉള്ളൂ അത്യാവശ്യം വലിയ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചെറിയ എക്കണോമി, ചെറിയ വിപണി, ചെറിയ പോപ്പുലേഷൻ, പക്ഷെ സമ്പന്നമായിരിക്കും കുറെ രാജ്യങ്ങൾ. വളരെ ഉയർന്ന GDP പെർ ക്യാപിറ്റയൊക്കെ ഉണ്ട്, ജീവിത നിലവാരവും അടിപൊളിയൊക്കെ ആയിരിക്കും. പക്ഷേ സ്ട്രെങ്തും പവറും നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ വലിയ രാജ്യങ്ങളെ അമേരിക്കയ്ക്കൊക്കെ എപ്പോഴും പേടിയാണ്. ഇവർ ചൈനയെ ഭയപ്പെടുന്നത് അതിന്റെ വലിപ്പം കൊണ്ടും പോപ്പുലേഷൻ കൊണ്ടും കൂടിയാണ്. അവർ ഇന്ത്യയെ ഭയപ്പെടുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ അവരുടെ ഉദ്ദേശം ചൈന തകരണമെന്ന് മാത്രമല്ല, ഇന്ത്യയും തകരണമെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറാണ് അവരൊക്കെ മുന്നിൽ കാണുന്നത്. ഒരു 2040-50, അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ നാളെയോ മറ്റന്നാളോ അല്ല. ഇപ്പം നമുക്കിതൊക്കെ നിസ്സാരമായി തോന്നാം. ഇപ്പൊ അവരൊരു തീപ്പൊരി ഇടുകയാണ്. ഇനി അത് അവിടെ കിടന്ന് പുകഞ്ഞ് ചിലപ്പോൾ 5, 10, 20, 30, 40 വർഷം കൊണ്ടായിരിക്കും ഇത് പൊട്ടിത്തെറിക്കുന്നതും ആളിക്കത്തുന്നതും ഒക്കെ. 2047, 50 ഒക്കെ ആകുമ്പോൾ ഇന്ത്യ ഒരു മേജർ എക്കണോമിക് പവറും ഒരു സൂപ്പർ പവറുമായി മാറുമെന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാ ഏജൻസികളും പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അന്ന് ഇന്ത്യയെ നേരിടാൻ വേണ്ടിയിട്ട് അന്നല്ല സായിപ്പ് പണി തുടങ്ങുന്നത്. ഇന്ത്യ 2040 കഴിയുമ്പോൾ ഇത്രയും പവർ ആകുമെന്ന് മനസ്സിലാക്കുന്ന സായിപ്പ് 2040 ശേഷം ഇന്ത്യ അമേരിക്കയ്ക്കെതിരെയോ വെസ്റ്റിനെതിരെയോ പോവുകയാണെങ്കിൽ എങ്ങനെ ഇന്ത്യയെ തകർക്കാം എന്നതിന്റെ പദ്ധതി ഇന്നേ ആസൂത്രണം ചെയ്തു വെക്കും. അതിനുള്ള പണി ഇന്നേ തുടങ്ങി വെക്കും. അതിന് തുർക്കിയെ പോലെയുള്ള തീവ്ര വർഗീയ ശക്തികളെയും അവർ ഉപയോഗിക്കും. അപ്പോൾ തുർക്കി ഇന്ന് വർഗീയ ശക്തികളുടെ, ഭീകരവാദ സംഘടനകളുടെ ഒരു ഗോഡ് ഫാദറോ ആശ്രയമോ ഒക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ സിറിയയിൽ നമ്മൾ കണ്ടു, തുർക്കി അനുകൂലനായിട്ടുള്ള ഒരു ഭീകരവാദി ഇന്ന് അവിടുത്തെ പ്രധാന നേതാവും പ്രസിഡന്റും ഒക്കെ ആയി മാറിയിരിക്കുകയാണ്. അമേരിക്ക പോയി കൈ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്നതിനെ ഇന്ന് തുർക്കി സപ്പോർട്ട് ചെയ്യുന്നത് US കൂടി അറിവോടെയാണ്. ഞാൻ പറയുന്നില്ല അത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആണ് ചെയ്യുന്നതെന്ന്, അങ്ങനെ ആകണമെന്നില്ല. അമേരിക്ക എന്ന് നമ്മൾ പറയുമ്പോൾ 2 ഭരണകൂടങ്ങൾ അമേരിക്കയിലുണ്ട്. ഒന്ന് നമ്മൾ കാണുന്ന ട്രംപ് ഭരിക്കുന്ന അമേരിക്ക, 2 ട്രംപിനെ പോലും ഭരിക്കാൻ കഴിയുന്ന ഡീപ് സ്റ്റേറ്റിന്റെ അമേരിക്ക. അപ്പൊ അതില് അവരുടേതെന്ന് പറയുന്നത് ലോങ് ടേം അജണ്ടകളാണ്. അവിടെയാണ് CIA-യുടെയും FBI-യുടെയും ഒക്കെ സീക്രട്ട് ആയിട്ടുള്ള പല ആളുകളും കൺട്രോൾ ചെയ്യുന്ന, ബ്യൂറോക്രാറ്റുകൾ കൺട്രോൾ ചെയ്യുന്ന ഒരു വൻ ശക്തിയാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. സോ അവരുടെ അജണ്ടകൾ എന്ന് പറയുന്നത് 4 വർഷത്തിലൊരിക്കൽ വരുന്ന പ്രസിഡന്റുമാരുടെ അജണ്ടകൾ പോലെയല്ല. മാറി മാറി വരുന്ന ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കുകളും എന്ന ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ജനാധിപത്യ വ്യവസ്ഥയുമല്ല. അതിലുപരിയായിട്ട് ലോങ് ടേമിൽ അമേരിക്കയുടെ തീരുമാനങ്ങൾ എടുക്കുന്ന, ഭാവി സുരക്ഷിതമാക്കുന്ന ശക്തികളുണ്ട്. അതിനെയാണ് നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അവര് ചിലപ്പോൾ 20, 30, 40 വർഷത്തിലേക്ക് വേണ്ടിയിട്ടുള്ള മിഷൻസ് ആണ് ആസൂത്രണം ചെയ്യുന്നത്. ഇന്ന് ആളുകളുടെ മനസ്സിൽ ഗ്രേറ്റർ ബംഗ്ലാദേശ് ഇട്ട് കൊടുക്കുകയാണ്. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും പ്രശ്നം വേണം. ഓൾറെഡി ചൈന അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ട്, കശ്മീരിൽ പ്രശ്നങ്ങളുണ്ട്, രാജസ്ഥാൻ, ഗുജറാത്ത് ഭാഗങ്ങളിലൊക്കെ നമുക്ക് പാകിസ്ഥാനുമായിട്ട് അതിർത്തികളുണ്ട്. അവിടെ എല്ലാം എപ്പോഴും പ്രശ്നങ്ങളാണ്. അപ്പോൾ സുരക്ഷിതമായി കിടന്നിരുന്ന ബംഗാൾ ഭാഗത്ത് കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതിന് ഹസീനയെ താഴെ ഇറക്കുക എന്നുള്ള ദൗത്യം ബൈഡൻ സർക്കാർ ചെയ്തു. അതിനുശേഷം ട്രംപ് വന്നെങ്കിലും ട്രംപ് അതിനെ കാര്യമായിട്ട് അതിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ല എന്ന് നമുക്ക് കാണാം. മോദി നോക്കിക്കോട്ടെ, ഞാൻ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ട്രംപ് കൈ കഴുകിയത് ഡീപ് സ്റ്റേറ്റിനെ ഭയന്നിട്ടായിരിക്കാം. പക്ഷെ എന്താണെങ്കിലും ട്രംപ് ഇടപെടുന്നില്ല. പക്ഷേ അവിടെ തുടങ്ങി വെച്ച കാര്യങ്ങൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കാണാൻ കഴിയും. നമ്മളൊക്കെ വിചാരിച്ചു ട്രംപ് ഇടപെടും എന്നുള്ളത്. ഈവൻ ബംഗ്ലാദേശിലെ ഗവൺമെന്റ് തന്നെ വിചാരിച്ചു, യൂനിസ് തന്നെ വിചാരിച്ചു ട്രംപ് ഇടപെടുമെന്ന്. പക്ഷെ ട്രംപ് ഇടപെടാതെ മാറി നിൽക്കുകയാണ്. അത് സത്യത്തിൽ ഡീപ് സ്റ്റേറ്റിന്റെ നീക്കങ്ങൾക്ക് ഗുണമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഈ ബംഗ്ലാദേശിലെ ഗ്രേറ്റർ ബംഗ്ലാദേശ് ആശയങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് ഇന്ത്യ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് പറിച്ചു മാറ്റുക, അല്ലെങ്കിൽ ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാളിനെ പിടിച്ചെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ദുഷ്ടലാക്കോടെയുള്ള പ്രവർത്തനങ്ങളാണ്, ഫ്യൂച്ചർ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. ഇതിലൂടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോങ് ടേമിൽ ഒരുപാട് അജണ്ടകൾ അവർക്കുണ്ട്. കാരണം ഈ നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് എത്നിക് ഗ്രൂപ്പുകളുള്ള സ്ഥലങ്ങളാണ്. ഓൾറെഡി നമുക്കറിയാം, കുക്കികളും മെയ്തേയികളും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്.
അപ്പോൾ അതിനെയൊക്കെ ആളിപ്പടർത്താൻ ഏത് സമയത്തും ഈ വെസ്റ്റേൺ ശക്തികൾക്ക് കഴിയും. അപ്പോൾ അതിനെ നമ്മളെല്ലാം കൺട്രോൾ ചെയ്ത് നമ്മുടെ നിയന്ത്രണത്തിൽ വെക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് ആണ്. പക്ഷെ ഇന്ത്യക്ക് അതിന് ശേഷിയുണ്ട്. ഇന്ത്യ ഇതിനെല്ലാം അതിജീവിക്കും. കാരണം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുന്ന ഓരോ പ്രതിസന്ധികളെയും ഓരോ ഓപ്പർച്യൂണിറ്റി ആക്കി തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് ഇതുവരെ വന്നത്. ഇനിയും ഇന്ത്യ അത് മുന്നോട്ട് പോകും. ബംഗ്ലാദേശിനെ ഇന്ത്യ വിചാരിച്ചാൽ ഒരൊറ്റ ദിവസം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കാൻ കഴിയും. പക്ഷേ ഇന്ത്യക്ക് അറിയാം ബംഗ്ലാദേശിന്റെ പുറകിൽ അമേരിക്കയുണ്ട്, ബംഗ്ലാദേശിന്റെ പുറകിൽ ചൈനയും നിൽക്കും ഇപ്പോൾ. കാരണം ഇന്ത്യ ചൈനയുടെയും ശത്രുവാണ്. ചൈന ഇപ്പോഴും സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. ചൈന ഇന്ത്യയെ ശത്രുവായി കാണുമ്പോൾ ഈ ഇന്ത്യ ചൈന ശത്രുത മുതലെടുത്ത് ഈ രണ്ട് രാജ്യങ്ങളെയും തകർക്കാനാണ് അമേരിക്കയും സായിപ്പും ആസൂത്രണം ചെയ്യുന്നത് എന്നത് ചൈന മനസ്സിലാക്കിയിട്ടില്ല. ഒരുപക്ഷെ റഷ്യ ഇക്കാര്യത്തിൽ നിരന്തരമായ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. റഷ്യയുടെ ഇടപെടൽ കൊണ്ടാണ് ഇന്ത്യ ചൈന പ്രശ്നം ഇങ്ങനെയെങ്കിലും രമ്യമായിട്ട് പരിഹരിക്കപ്പെട്ടു പോകുന്നത്. കാരണം വെസ്റ്റേൺ രാജ്യങ്ങളുടെ അജണ്ട പുടിന്റെ ഭരണകൂടത്തിന് നന്നായിട്ട് അറിയാം. പക്ഷെ ഇവിടെ ഇപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ തിരിഞ്ഞാൽ ചൈനയും അതിനെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തതുപോലെ അപ്പോൾ അമേരിക്കയും ഇതിനെന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത് തുർക്കിയും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇന്ത്യ ഇല്ലാതായി കിട്ടുക എന്നുള്ളത് പലരുടെയും ആവശ്യമാണ്. ചൈനയുടെയോ പാകിസ്ഥാന്റെയോ മാത്രമല്ല, അമേരിക്കയുടെയും വെസ്റ്റിന്റെയും തുർക്കിയുടെയും ഒക്കെ ആവശ്യമാണ്. കാരണം ഒരു മേജർ പവറായിട്ട് ഇന്ത്യ വളരുന്നതിനെ അവർക്കൊന്നും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത് അത്രയും വലിയ രാജ്യമാണ് നമ്മുടേത്. അതുകൊണ്ടാണ് പോപ്പുലേഷൻ കൊണ്ടും മിലിറ്ററി സ്ട്രെങ്ത് കൊണ്ടും എക്കണോമി കൊണ്ടും നമ്മളിങ്ങനെ മസിൽ പെരുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ. ഇവർക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല. അവരെ പോലും ഒന്നും അല്ലാതാക്കുമോ എന്നുള്ള ഭയം അവർക്കുണ്ട്. അത് തന്നെയാണ് അവരൊക്കെ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ കാരണം. അപ്പൊ ഈ ഗ്രേറ്റർ ബംഗ്ലാദേശ് മൂവ്മെന്റിനെ നിസ്സാരമായി നമുക്ക് കാണാൻ പറ്റില്ല. ഇവരെ നമ്മുടെ അടുത്തുനിന്ന് ഇത് പിടിച്ചെടുക്കാനുള്ള ശേഷിയൊന്നും ഇപ്പോൾ അവർക്കില്ല. പക്ഷെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പലരും മുമ്പോട്ട് വരും ഭാവിയിൽ. അത് ചിലപ്പോൾ തുർക്കി ആവാം, ചിലപ്പോൾ അമേരിക്ക ആവാം, ചിലപ്പോൾ ചൈന ആവാം, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിന് വേണ്ട വിത്താണ് അവർ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇത് ചിലപ്പോൾ 5, 10, 20, 50 വർഷം കൊണ്ടായിരിക്കും ഇത് പടർന്ന് പന്തലിച്ച് ഒരു പ്രശ്നമായിട്ട് മാറാൻ പോകുന്നത്. പക്ഷെ വിത്ത് അവരിട്ട് കഴിഞ്ഞു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.